കേരളത്തിൽ ഇങ്ങനെ അപകടം നടന്നിട്ട് ഒരു സാമാന്യ മര്യാദയ്ക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ട, ഇന്നെങ്കിലും നേരത്തെ കാര്യങ്ങൾ ചെയ്ത് ഒരു 6:30 മണിയാകുമ്പോൾ ആ കുടുംബത്തിൻ്റെ വേദന മനസ്സിലാക്കണ്ടേ. ആ ഒരു വേദന മനസ്സിലാക്കാൻ പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറാവണില്ല എന്ന് നമുക്ക് മനസ്സിലായത്. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ വ്യക്തി ആളെ നമ്മൾ അവരുടെ ജ്യേഷ്ഠനും ഇവരൊക്കെ ഉണ്ട്, നമ്മളവിടുത്തെ നാട്ടിലുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ വിഷ്ണു പറഞ്ഞ ഒരു സഹോദരൻ്റെ കൂടി അവരെ സഹോദരി വന്നപ്പോൾ ചെറിയ സംശയമുണ്ട്. പക്ഷേ വിഷ്ണുവിന് 34 വയസ്സും ഈ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു 50 വയസ്സുള്ളത്. അപ്പോൾ ഏതായാലും DNA ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ വിചാരിച്ചത്. പിന്നെ നമുക്ക് സുബ്രഹ്മണ്യം കൺഫേം ചെയ്യാൻ കാരണം ഇന്നലെ ചില മാധ്യമങ്ങളെടുത്ത ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ അതിൽ ഈ സുബ്രഹ്മണ്യൻ എന്ന ആൾ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എടുത്ത വസ്ത്രം, അതുപോലെ ഏലസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കൺഫേമായി പറയുന്നത്. ഇതിൻ്റെ മുഖം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അദ്ദേഹം. പിന്നെ മുടിയും ഇതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യമുള്ള ഇഞ്ചുറി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓക്കെയാണ്. പിന്നെ നമ്മളെ പോലെ തന്നെ അവരും ഒരു വേദനിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് ആരെയും തള്ളി പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് DNA ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ തന്നെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. 6:30 വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 6:30 വരാൻ പറഞ്ഞ വെച്ചാൽ ഇന്നലെ രാത്രി ഏകദേശം 8 മണി 9 മണിക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺഫേം ആക്കിയപ്പോൾ ഇതേപോലെ തന്നെ വിഷ്ണു പറഞ്ഞ ഈ ആശയക്കുഴപ്പം ഉണ്ടായതുകൊണ്ട് ഇത്രയും വലിയ അപകടം നടന്നിട്ട് 6:30 മണിയാകുമ്പോഴേക്കും DNA ടെസ്റ്റിന് ആളെത്തും, നമുക്ക് ഏകദേശം കുറേ 9 ആകുമ്പോഴേക്കും തിരിച്ചു കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ 6:30 മണിക്ക് ഇപ്പോൾ ഏകദേശം 8:30 മണി കഴിഞ്ഞു. ഇതുവരെയായിട്ട് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും അവർ 6:30 മണിക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് DNA ടെസ്റ്റ് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരും ആരും വന്നിട്ടില്ല. കാരണം നമുക്കറിയാൻ പറ്റുന്നത് ഞങ്ങളിപ്പോൾ ഈ കുളത്തൂരിൽ നിന്നാണ് വരുന്നത്. കുളത്തൂർ മലപ്പുറം ജില്ലയിൽ. ഇപ്പോൾ അവിടെ അറിയാം നിങ്ങൾക്കല്ല. നമ്മുടെ ഇപ്പോൾ വാൽപ്പാറ ദുരന്തം കഴിഞ്ഞ് തമിഴ്നാട് സർക്കാർ രാത്രി പോസ്റ്റ്മോർട്ടം ചെയ്ത് രാവിലെ 9 മണിയാവുന്നതിന് മുൻപ് അവിടെ പാങ്ങ് സ്കൂളിൽ എത്തിച്ച കാരണം. പക്ഷെ ഇത്ര നേരമായിട്ട് ഈ കേരളത്തിൽ ഇങ്ങനെ അപകടം നടന്നിട്ട് ഒരു സാമാന്യ മര്യാദയ്ക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ട, ഇന്നെങ്കിലും നേരത്തെ കാര്യങ്ങൾ ചെയ്ത് ഒരു 6:30 മണിയാകുമ്പോൾ ആ കുടുംബത്തിൻ്റെ വേദന മനസ്സിലാക്കണ്ടേ. ആ ഒരു വേദന മനസ്സിലാക്കാൻ പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറാവണില്ല എന്ന് നമുക്ക് മനസ്സിലായത്.